എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കട്ടച്ചിറ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. മനുഷ്യരാശിയുടെ ഉത്ഭവം മുതലേ സർവ്വജീവജാലങ്ങളും പരസ്പരം സ്നേഹം പങ്കുവച്ചും സാഹോദര്യം കൈമാറിയും ജീവിക്കുന്നത് നയനമനോഹരമായ ഒരു അനുഗ്രഹ സമ്പത്താണ്. ഇന്നിവിടെ ജീവിതത്തിൻ്റെ മാറ്റൊലിയേകുവാനായി, സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാനായി നാദബ്രഹ്മത്തിൻ്റെ ഇഴകളിലൂടെ തുന്നിച്ചേർക്കപ്പെട്ട ഒരു സംഗീത ലയവുമായി സമൂഹഗാനത്തിൻ്റെ ഒരു പറ്റം സുഹൃത്തുക്കൾ നമുക്ക് മുമ്പിലെത്തുന്നു. ജയഘോഷം കേട്ടില്ലേ ഒരു കാലിത്തൊഴുത്തിൽ ജാതരുമായി ജയഘോഷം കേട്ടില്ലേ ഈ ഒരു പൂഞ്ചില്ലയിൽ ഒരു പൂങ്കുരുവി ഗ്ലോറിയ പാടി ഞാനും ആ പാട്ടിലെ താളമായി സ്നേഹദൂത് പാടിയിടുന്നു സ്നേഹദൂത് പാടിയിടുന്നു മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരങ്ങ് പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരങ്ങ് പൈതലി താരാട്ടാനായി പോരാമോ
പൂങ്കാറ്റെത്തുമ്പോൾ പുൽക്കുടിലിൽ എന്നുള്ളം ചെന്നല്ലോ. പൂവരിയിൽ ഒരു പൂങ്കാറ്റെത്തുമ്പോൾ പുൽക്കുടിലിൽ എന്നുള്ളം ചെന്നല്ലോ. നീറി നിന്ന ദുഃഖങ്ങളെ ഞാൻ കാഴ്ച വെച്ചു തൃപ്പാദത്തിൽ. എൻ മനം യേശുവിൻ രക്ഷയിൽ ആർത്തുപാടി ആനന്ദിച്ചു. ആത്മമങ്ങെ ആരാധിച്ചു. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ തരക പൈതലിൽ താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ തരക പൈതലിൽ താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലിൽ താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലിൽ താരാട്ടാനായി പോരാമോ. മഞ്ജുളരാവിൽ ഈ സുന്ദരരാവിൽ മോഹനവാനിൽ ഈ പാവനയാവും ഞാനും സംഗീതം കേട്ടു. നാവിൽ ഹല്ലേലൂ പാടി. మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. గ్రహించి మని పెను యెహోవా నా
సెలవిచ్చెను విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిపెను యెహోవనా మురళాలించెను తన మహాదయను నన్ను గణించెను అగణ్య పాపియని ద్రోయకానన్ను గూర్చి తన సుతుని దాచగా తెగించి మృతి కొప్పగించి పాపపు దిగుల్ దిగుల్ సొగసుగా నడంచెను యెహోవనా మురళాలించెను తన మహాదయను నన్ను గణించెను యెహోవనా మురళాలించెను తన మహాదయను నన్ను മേരിമൗണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഇന്ന് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ഐ എം റിയലി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ സാരഥികളായ ബഹുമാനപ്പെട്ട മദർ മോളി കച്ചറമറ്റവും ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ലിസി സെബാസ്റ്റ്യനുമാണ്. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ച് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഞങ്ങളുടെ സ്കൂളിൻ്റെ സംഭാവന ആണ് എന്നത് ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യം പകരുന്ന ഒരു വസ്തുതയാണ്. ഇന്നും എന്നും പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഈ മേരിമൗണ്ട് പബ്ലിക് സ്കൂൾ എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ഈ സ്ഥാപനം ഇന്ന് ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിലെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. All of us are expecting something special in our life, a difference, a variety. പുതുമകൾ ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല. അത്തരമൊരു പുതുമയാണ് അടുത്തതായി നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. വിദഗ്ധക്കാരൻ്റെ ഉപമ ഒരിക്കൽ കൂടി ആവിഷ്കരിക്കുന്ന ഒരു ചിത്രീകരണം. വിദഗ്ധക്കാരൻ വിതച്ച വിത്തുകൾ വഴിയരികിലും മുള്ളിനിടയിലും നല്ല മണ്ണിലും വീണു. ആ വിത്തുകൾക്ക് സംഭവിച്ച നന്മകൾ എടുത്തു കാണിക്കുന്ന ഒരു മാസ്കിംഗ് സ്കിറ്റ്. സോ ലെറ്റ് us present before you a masking skit. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് മനുഷ്യഹൃദയങ്ങളിൽ കയറി ആത്മാവിൽ നിറയുന്നു. വചനം വിത്താണ്. അത് ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കുമ്പോൾ പലതരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ വചനം സജീവമാകുമ്പോൾ അവൻ സത്യം തിരിച്ചറിയുന്നു. വചനമാകുന്ന വിത്ത് അലസമായി വിതറാതെ നന്മയുടെ പ്രകാശകിരണമായി മാറട്ടെ നിങ്ങൾ ഓരോരുത്തരും.
ഞാൻ ഈ ബൈബിള് വായിച്ച് സമയം പോയതറിഞ്ഞില്ല. സമയം എന്തായി കാണും? ഓ, സാരമില്ല. എന്നാലും എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. ഓം ഓം ഒന്ന് പതുക്കെ, പേടിയാവുന്നല്ലോ ചേട്ടാ. ഇന്ന് വളരെയധികം ഭക്ഷണം കഴിച്ചു, വയറു വല്ലാതെ നിറഞ്ഞു. അതേ, വല്ലവരും ഭക്ഷണം തന്നാലും വയറ് നമ്മുടേതാണെന്ന് ഓർക്കണം. ഓ ശരി ശരി, അനുഭവമാണല്ലോ ഗുരു, ഇനി ശ്രദ്ധിച്ചുകൊള്ളാം. അല്ല മുയൽക്കുട്ട, ഇതെന്താ കയ്യിലൊരു വലിയ പുസ്തകം? ഇതാണ് വിശുദ്ധ ബൈബിൾ. എന്താ എന്താ ബബിളുവോ? അല്ല ചേട്ടാ, ബൈബിൾ. ഓ അങ്ങനെ. എങ്ങനെ? അല്ല, അത് അത് നീ പറഞ്ഞതുപോലെ തന്നെ ബൈബിൾ. ഓ, എനിക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ അത്ര പിടുത്തമല്ല കേട്ടോ. ആകട്ടെ, ഇതിൽ നല്ല കഥയൊക്കെ ഉണ്ടോ? ഉണ്ടോന്നോ? ഒത്തിരി കഥകൾ നിറഞ്ഞ ഒരു പുസ്തകമാ വിശുദ്ധ ബൈബിൾ. എങ്കിൽ നീ ഒരു കഥ പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. പറയാം, പക്ഷേ ചേട്ടൻ ഉറങ്ങരുത്. ഇല്ലടേ, ഞാൻ ഉറങ്ങത്തേ ഇല്ല. നീ കഥ തുടങ്ങ്. നമ്മുടെ ഈശോ പറഞ്ഞ ഒരു ഉപമയാണ് ഞാൻ കഥയായി നിന്നോട് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു വിധക്കാരന്റെ ഉപമ. പണ്ടൊരു വിധകാരൻ വിത്ത് വിതയ്ക്കാൻ പോയല്ലോ. കുട്ട നിറയെ വിത്ത് നിറച്ചു നല്ലൊരു വിധകാരൻ. കുട്ട നിറയെ വിത്ത് നിറച്ചു നല്ലൊരു വിധകാരൻ. നല്ലൊരിടവും കാണാതെ ദുഃഖിതനായി വിധകാരൻ. നല്ലൊരിടവും കാണാതെ ദുഃഖിതനായി വിധകാരൻ. വിത്ത് വിതയ്ക്കാൻ നല്ലൊരു ദേശം തേടി നടന്നു പാവത്താൻ. വിത്ത് വിതയ്ക്കാൻ നല്ലൊരു ദേശം തേടി നടന്നു പാവത്താൻ. പറ്റിയൊരിടവും കാണാതെ തേടി അലഞ്ഞു വിധകാരൻ. പറ്റിയൊരിടവും കാണാതെ തേടി അലഞ്ഞു വിധകാരൻ. വിത്തുകളെല്ലാം വാരി വിതച്ചു തരിശാമ്പൂകളിൽ. വിത്തുകളെല്ലാം വാരി വിതച്ചു തരിശാമ്പൂകളിൽ. ആ, എന്നിട്ടോ കഥയുടെ ബാക്കി എന്തായി? പാവം വിധക്കാരൻ വിത്ത് കിളർക്കുന്നതും നോക്കി കാത്തിരിപ്പായി. വിതക്കാരൻ വിതച്ച വിത്തുകൾക്ക് എന്തു സംഭവിച്ചു അനിയ? അതോ, പറയാം. സംഭവിച്ചത് ഇങ്ങനെയാണ്. വഴിയരികിൽ വീണ വിത്തുകളെല്ലാം കിളികൾക്കങ്ങാരമാ. കിളികൾ പറന്നു നടന്നു വാനിൽ, വിത്തുകൾ തിന്നു കളഞ്ഞു. കിളികൾ പറന്നു നടന്നു വാനിൽ, വിത്തുകൾ തിന്നു കളഞ്ഞു.
നല്ല മണ്ണിൽ വീണതാം നന്മ വിത്തുകൾ നാമ്പുകൾ വിടർത്തി മെല്ലെ കിളുത്തു വന്നു. നല്ല മണ്ണിൽ വീണതാം നന്മ വിത്തുകൾ നാമ്പുകൾ വിടർത്തി മെല്ലെ കിളുത്തു വന്നു. 30, 60, 100 മേനിയായി നല്ല ഫലം കായ്ക്കുന്ന നൽവയലായി. 30, 60, 100 മേനിയായി നല്ല ഫലം കായ്ക്കുന്ന നൽവയലായി. നല്ല ഫലം കായ്ക്കുന്ന നൽവയലായി. ആനക്കുട്ടാ, ഇതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ചിലതൊക്കെ മനസ്സിലായി, ചിലതൊന്നും മനസ്സിലായില്ല. ശരി, ഞാൻ പറഞ്ഞു തരാം. അതായത് വചനം കേട്ടിട്ട് ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയവരാണ് കിളികൾ കൊത്തിയെടുത്ത വിത്തുകൾ. അപ്പോൾ പാറപ്പുറത്തു വീണതോ? വചനം അവർ കേട്ടു, എങ്കിലും അത് കിളിർക്കുവാനുള്ള വളക്കൂറുള്ള മണ്ണ് അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ദൈവവചനം അവർക്കും രുചിച്ചറിയുവാൻ കഴിഞ്ഞില്ല. മുള്ളിനിടയിൽ വീണ വിത്തുകളെ കുറിച്ചും പറഞ്ഞുവല്ലോ, അതിന്റെ കാര്യം എന്തായി? അതോ, മുള്ളിനിടയിൽ വീണ വിത്തുകളെ മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞു. വളരുവാൻ കഴിയാതെ, ഫലം നൽകാൻ കഴിയാതെ അവയും നശിച്ചുപോയി. പാപം വിതകാരൻ. അദ്ദേഹത്തിന്റെ ദുഃഖം ഓർക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരുവോ കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടി വന്നില്ല. ആ നല്ല മണ്ണിൽ വീണ വിത്തുകൾ നന്നായി വളർന്നുവല്ലേ? അതുതന്നെ, നല്ല മണ്ണിൽ വീണ വിത്തുകൾ 30, 60, 100 മേനിയായി വളർന്നു. അവ മനുഷ്യർക്കെല്ലാം നല്ല ഫലം നൽകി. ഇതാണ് വിതക്കാരന്റെ കഥ. വിതക്കാരൻ നമ്മുടെ ഈശോയാണ് കേട്ടോ. വിത്ത് നമ്മൾ ഓരോ വ്യക്തിയുമാ. ഈ ലോക ജീവിതത്തിൽ നാം നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നന്മ നമുക്ക് പ്രവർത്തിക്കാനാകും. അങ്ങനെ നല്ല നിലത്ത് വീണ വിത്തുകളായി നമുക്ക് മാറാം. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.